ചോദ്യം നമ്പർ 91. യെസ്, പാർലമെന്റ് മിനിസ്റ്റർ. യെസ്, എന്ത് പറയുന്നുണ്ട്? യെസ്, ചോദ്യം നമ്പർ 91. ഡോക്ടർ എം കെ മുനീർ നോട്ട് ഇൻ ശ്രീ എൻ എ നെല്ലിക്കുന്ന് നോട്ട് ഇൻ ദ സീറ്റ്. ചോദ്യം നമ്പർ 92. ശ്രീ കെ ജെ മാക്സി, ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രിക്ക് വേണ്ടി ആരോഗ്യ വനിതാ ശിശു വികസന മന്ത്രി. സർ, ഈ 91ാമത്തെ ചോദ്യം പ്രതിപക്ഷ ബെഞ്ചിന്റെ ചോദ്യമായിരുന്നു സർ. വളരെ പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ ടൂറിസം മേഖലയെ ബാധിക്കുന്ന ഒരു ചോദ്യത്തിൽ നിന്ന് അവർ അത് ഈ വിഷയം സഭയിലേക്ക് കൊണ്ടുവരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടെ ഉത്തരവാദിത്വം ഇല്ലായ്മയാണ് സർ ഇതിലൂടെ കാണുന്നത്. 92ാമത്തെ ചോദ്യത്തിൽ എയുടെ ഉത്തരം സർ, കേരള സർക്കാരിന്റെ ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 99 റെയിൽവേ മേൽപ്പാലങ്ങൾ അടിപ്പാതകൾ നിർമ്മിക്കാൻ തീരുമാനിച്ചതിൽ 72 എണ്ണത്തിന്റെ നിർമ്മാണ ചുമതല RBDCKയ്ക്കും 27 എണ്ണത്തിന്റെ നിർമ്മാണ ചുമതല KRDCLനും നൽകിയിട്ടുണ്ട്. ഇവയിൽ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ROB, കോഴിക്കോട് ജില്ലയിലെ ഫറോക്ക് ROB, തൃശൂർ ജില്ലയിലെ ഗുരുവായൂർ ROB, ചിറങ്ങര ROB, എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തി ROB, കൊല്ലം ജില്ലയിലെ മാളിയക്കൽ ROB, കോട്ടയം ജില്ലയിലെ കാരിത്താസ് ROB, കണ്ണൂർ ജില്ലയിലെ കൊടുവള്ളി ROB, മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ അടിപ്പാത എന്നീ 9 റെയിൽവേ മേൽപ്പാലങ്ങൾ അടിപ്പാതകൾ എന്നിവയുടെ നിർമ്മാണം പൂർത്തീകരിച്ച് ഗതാഗതത്തിന് തുറന്നുകൊടുത്തിട്ടുള്ളതാണ്. പാലങ്ങൾ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മലപ്പുറം തിരൂർ ROBയുടെ നിർമ്മാണവും പൂർത്തീകരിച്ചിട്ടുണ്ട്. ആകെ 10 മേൽപ്പാലം അടിപ്പാത നിർമ്മാണം പൂർത്തിയാക്കി തുറന്നുകൊടുത്തു. നിലവിൽ നിർമ്മാണം പുരോഗമിക്കുന്നവയുടെ വിശദവിവരം ഈ ഉത്തരത്തിന്റെ കൂടെ അനുബന്ധ ആയിട്ട് ചേർത്തിട്ടുണ്ട് സർ. സർ ബി, സംസ്ഥാന സർക്കാരിന്റെ ആവശ്യപ്രകാരം 39 റെയിൽവേ മേൽപ്പാലങ്ങൾ അടിപ്പാതകൾ 100% റെയിൽവേ ഫണ്ടിങ്ങിന് അനുമതി ലഭ്യമാക്കിയിട്ടുള്ളതും ഇവയുടെ നിർമ്മാണ ചുമതല 26/3/2025 തീയതിയിലെ സർക്കാർ ഉത്തരവ് പ്രകാരം KRDCLന് ആണ് നൽകിയിട്ടുള്ളത്. ഉത്തരവിന്റെ പകർപ്പ് അനുബന്ധം B ആയി ചേർത്തിട്ടുണ്ട് സർ. കൂടാതെ ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി KRDCLന് ചുമതല നൽകിയ 27 ROBകളിൽ 19 എണ്ണത്തിന് സംസ്ഥാനത്തിന്റെ ആവശ്യപ്രകാരം റെയിൽവേയുടെ ഫണ്ടിങ്ങിന് അനുമതി ലഭിച്ചിട്ടുണ്ട്. സർ, ഉത്തരം C, റെയിൽവേ മേൽപ്പാലങ്ങളുടെ അനുമതി, റെയിൽവേയുടെ അനുമതി തുടങ്ങിയവ ലഭ്യമാക്കുന്നതിന് കാര്യക്ഷമമായ ഇടപെടലാണ് പൊതുമരാമത്ത് വകുപ്പ് നടപ്പിലാക്കുന്നത്. പ്രവൃത്തികളെ പരിശോധിച്ച് ഇവയെ സംബന്ധിച്ച് കൃത്യമായ പരിശോധന മന്ത്രിതലത്തിലും സെക്രട്ടറി തലത്തിലും നടത്താറുണ്ട്. നിർമ്മാണത്തിനായി സൈറ്റ് ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയം മുതൽ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനുള്ള കാലാവധി നിശ്ചയിക്കപ്പെടുകയും ആ കാലാവധിക്ക് അനുസൃതമായി ഓരോ പ്രവൃത്തിയും പൂർത്തീകരിക്കുന്നതിനുള്ള ഷെഡ്യൂള് തയ്യാറാക്കുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് ഓരോ മാസവും നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി സൈറ്റ് ഇൻസ്പെക്ഷൻ, റിവ്യൂ മീറ്റിംഗുകൾ എന്നിവ നടത്തി ഷെഡ്യൂൾ പ്രകാരം പദ്ധതി പുരോഗമിക്കുന്നുണ്ടോ എന്ന് വിലയിരുത്തി വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു. കൂടാതെ പദ്ധതി നടപ്പിലാക്കുന്നതിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ സർക്കാർ തല ഇടപെടലുകൾ നടത്താറുണ്ട്. GAD അലൈൻമെന്റ് റെയിൽവേ അംഗീകരിക്കുന്നതിൽ തടസ്സം നേരിടുമ്പോൾ റെയിൽവേയുമായി യോഗം നടത്തി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാറുണ്ട്. സർ, ഉത്തരം D, ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ 72 പദ്ധതികൾ ഉൾപ്പെടെ RBDCK നിർമ്മിക്കുന്ന 75 മേൽപ്പാലങ്ങളിൽ ബജറ്റ് മുഖേനയുള്ള 5 പദ്ധതികൾക്കായി 87.42 കോടി രൂപയുടെ ഭരണാനുമതി, ബാക്കിയുള്ള 70 കിഫ്ബി പദ്ധതികൾക്ക് 1711.4 കോടി രൂപയുടെ ഭരണാനുമതിയും 2118.249 കോടി രൂപയുടെ സാമ്പത്തിക അനുമതിയും നൽകിയിട്ടുണ്ട്. കൂടാതെ KRDCL നിർവ്വഹണ ഏജൻസിയായിട്ടുള്ള നിലമ്പൂർ റെയിൽവേ അടിപ്പാതയ്ക്കായി കേരള സർക്കാരിന്റെ വിഹിതമായി 5,54,822 രൂപ ചെലവഴിച്ചിട്ടുണ്ട് സർ. ഇതിന്റെ വിശദവിവരം അനുബന്ധമായിട്ട് ചേർക്കുന്നുണ്ട്. യെസ്, പാർലമെന്ററി മിനിസ്റ്റർ. യെസ്, പ്ലീസ്. ബാനർ പിടിച്ചു മാറ്റും. യെസ്, പാർലമെന്ററി മിനിസ്റ്റർ. യെസ് സർ, ഈ പ്രതിപക്ഷം ജനാധിപത്യത്തോടുള്ള അവഹേളനമാണ്, ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് സർ. വിഷയദാരിദ്ര്യം മൂലം ഇന്ന് ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല. എന്തൊരു അതിക്രമമാണ് സർ കാണിക്കുന്നത്. എല്ലാ ദിവസവും അങ്ങയുടെ മുഖം മറച്ചുകൊണ്ട് വെല്ലിലിറങ്ങി കാണിക്കുന്ന ഈ അതിക്രമം ജനങ്ങൾ കാണുന്നുണ്ട്. ഇപ്പോ ഹൈക്കോടതിയിൽ നിന്ന് 2 കരണക്കുറ്റിക്ക് മാറി കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇവർക്ക് പ്രഹരമേറ്റുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലേറ്റ പ്രഹരം സ്പ്രിംഗ്ലർ കേസിലാണ്. സ്പ്രിംഗ്ലർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർത്തിപ്പിടിച്ച ആരോപണമായിരുന്നില്ലേ? എന്താ ഈ സ്പ്രിംഗ്ലറിന്റെ കഥ? എന്നിട്ടൊരു പ്രതിപക്ഷ നേതാവ് എല്ലാവരെയും ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് വായിൽ തോന്നിയത് പറഞ്ഞു എന്ന് വിളിച്ചു പറഞ്ഞ പ്രതിപക്ഷ നേതാവാണ്. അപ്പോ കോടതിയിൽ തോറ്റാൽ നിയമസഭയിൽ എന്നതാണോ സ്ഥിതി? കോടതിയിൽ തോറ്റാൽ നിയമസഭയിലാണോ?
അതാണ് സാർ ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷത്തിന് അവരുന്നയിച്ച എല്ലാ ആരോപണങ്ങളും ഒളിഞ്ഞതിന്റെ ജാള്യമാണ്. അതാണ് ഇവിടെ തീർത്തുകൊണ്ടിരിക്കുന്നത്. ശ്രീ കെ ജെ മാക്സി. നിയമസഭക്കകത്തും പുറത്തും ഈ പ്രതിപക്ഷം നടത്തുന്ന സമരം ചീറ്റിപ്പോയതിന്റെ പ്രയാസമാണ് സാർ ഈ ക്വസ്റ്റ്യൻ അവർ പോലും ഇവർ ഇത് കാണിച്ചു കൂട്ടുന്നത്. സാർ, ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിയിലൂടെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റെയിൽവേ മേൽപ്പാലങ്ങൾ നിർമ്മിച്ച സർക്കാരാണ് ഈ സർക്കാർ എന്ന് സാർ നമുക്കെല്ലാം അഭിമാനിക്കാവുന്നതാണ്. എറണാകുളം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ മേൽപ്പാല പദ്ധതിയായ വാത്തുരുത്തി മേൽപ്പാലം സാധ്യമാക്കുന്നതിന് എന്തൊക്കെ നടപടികളാണ് ഈ സർക്കാർ സ്വീകരിച്ചത്? സർ, ഈ സർക്കാരിന്റെ നയത്തിന്റെയും പ്രവർത്തനത്തിന്റെ കാഴ്ചപ്പാടിന്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളിൽ ഒന്നാണ് സർ ഈ ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതി. സർ, കിഫ്ബിയിലൂടെ തന്നെ ഞാൻ നേരത്തെ വായിച്ചതുപോലെ 1700-ലധികം കോടി രൂപ കിഫ്ബിയിലൂടെ ഇതിനു വേണ്ടിയിട്ട് ആർഒബികൾക്കായിട്ടും അടിപ്പാതകൾക്കായിട്ടും അനുവദിച്ചിട്ടുണ്ട്. അതിൽ 2118 കോടി രൂപ അതിന്റെ ഫിനാൻഷ്യൽ സാങ്ഷനും കിട്ടിയിട്ടുണ്ട് സർ. സർ, ഇത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടപെടലാണ്. ഒരു സർക്കാർ കേരളത്തിൽ ആർഒബികൾക്ക്, റെയിൽവേ അടിപ്പാതകൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഏറ്റവും വലിയ തുകയും ഏറ്റവും വലിയ ഇടപെടലുമാണ് സർ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. സർ, LDF സർക്കാർ എറണാകുളം ജില്ലയിൽ ഏറ്റവും പ്രധാനമായി കാണുന്ന, ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ, റെയിൽവേ മേൽപ്പാലം പദ്ധതികളിൽ ഒന്നാണ് വാത്തുരുത്തി റെയിൽവേ മേൽപ്പാലം. ഇതിനായി സംസ്ഥാന സർക്കാർ ഭരണാനുമതി നൽകുകയും RBDCKയ്ക്ക് നിർമ്മാണ ചുമതല നൽകുകയും ചെയ്തിരുന്നു. ഈ പദ്ധതിക്ക് ആവശ്യമായ ഭൂമി കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ്, ഇന്ത്യൻ റെയിൽവേ, നാഷണൽ ഹൈവേ എന്നിവരുടെ നിയന്ത്രണത്തിലാണ്. സർ, നേവൽ എയർപോർട്ടിന് സമീപത്തായതിനാൽ പദ്ധതിക്ക് NOC നൽകാൻ ഇന്ത്യൻ നേവി ഇതുവരെ സന്നദ്ധമായിട്ടില്ല. ബഹുമാന്യായ പ്രതിപക്ഷ നേതാവിന്റെ കൂടി ജില്ലയാണല്ലോ സർ എറണാകുളം ജില്ല. അപ്പോൾ അവിടെ നമുക്ക് ഈ ഭൂമി ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഈ പ്രവൃത്തിയിൽ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം. വ്യത്യസ്ത അലൈൻമെന്റുകൾ തയ്യാറാക്കിയെങ്കിലും ചീഫ് സെക്രട്ടറി തലത്തിൽ ഉൾപ്പെടെ വിവിധ യോഗങ്ങൾ ചേർന്നിരുന്നുവെങ്കിലും ROBക്ക് NOC ലഭ്യമായിട്ടില്ല. പദ്ധതി പ്രദേശത്ത് നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ അണ്ടർപാസ് പ്രായോഗികമല്ല എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത്. നിലവിൽ സംസ്ഥാന സർക്കാർ തലത്തിൽ ഇടപെടലുകൾ സാധ്യമായ നിലയിലെല്ലാം തന്നെ നടത്തി വരുന്നുണ്ട് സർ. എല്ലാവരെയും ഉൾപ്പെടുത്തി ഒരു യോഗം കൂടി വിളിച്ചു ചേർക്കണം എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ട്. വാത്തുരുത്തി ROB സാധ്യമാക്കാനുള്ള എല്ലാ ഇടപെടലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തുടർന്നും അത് നടത്തും സർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, സംസ്ഥാനത്ത് ഈ മെയ് മാസത്തിനുള്ളിൽ എത്ര റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് വിശദീകരിക്കാമോ? യെസ് മിനിസ്റ്റർ. സർ, കേരള സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മേൽപ്പാലങ്ങൾ പൂർത്തിയാക്കിയ ഒരു സർക്കാരാണ് സർ ഈ സർക്കാർ. സർ, ഈ റെയിൽവേ മേൽപ്പാലങ്ങളും അണ്ടർപാസുകളുമായി ഇതുവരെ പൂർത്തിയാക്കിയിട്ടുള്ളത് 10 എണ്ണമാണ്. 10 എണ്ണത്തിന്റെ പ്രവൃത്തികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. മെയ് മാസത്തോടുകൂടി 5 മേൽപ്പാലങ്ങൾ കൂടി പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ താനൂർ, തെയ്യാല, ചിറയിൻകീഴ്, ഇരവിപുരം, വാടാനംകുറിശി, അകത്തേത്തറ എന്നിവ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. യെസ് DK മുരളി. സർ, സ്വർണം കട്ടവനെയും കട്ട മുതൽ വാങ്ങിയവനെയും ഒന്നിച്ച് ഇസഡ് കാറ്റഗറിയിൽ കഴിയുന്ന സോണിയാഗാന്ധിയുടെ വീട്ടിലെത്തിച്ച കൂട്ടരാണ് സാർ ഇവർ. എന്നിട്ടാണ് സാർ ഈ സമരാഭാസം. സാർ, ജനാധിപത്യത്തെ വെല്ലുവിളിക്കുകയാണ് സാർ ഇവര്. റിമൂവ് ചെയ്യും, സംശയമൊന്നും വേണ്ട. മുമ്പിൽ ബാനോട് റിമൂവ് ചെയ്യും, ഒരു സംശയം വേണ്ട. യെസ് DK മുരളി. സാർ, ഇവരാരും ചട്ടമ്പിമാരാ, കവല ചട്ടമ്പിമാരാ ഇവര്. ഇത്തരം ഭീഷണികൾക്ക് വഴങ്ങുമെന്നാണ് കരുതിയിരിക്കുന്നത്. ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. ചോദ്യം. സാർ, ഇത്തരത്തിൽ ജനാധിപത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നുണകളുടെ പ്രവാഹം സൃഷ്ടിച്ച് ഈ നാടിനെ തന്നെ അവമാനപ്പെടുത്തുന്ന ഈ UDF-നെ ജനങ്ങൾ തള്ളിക്കളയാൻ പോവുകയാണ് സാർ. ഇത്ര നാണം കെട്ടൊരു സമര പരിപാടി ഈ കേരളത്തിൽ ആദ്യമായിട്ടാണ് സാർ. ഇവിടെ പാർലമെന്ററി മിനിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ ഒരു അടിയന്തര പ്രമേയത്തിന് വിഷയം പോലും കിട്ടാതെ അവസാനിപ്പിച്ച ഒരു സമരം വീണ്ടും തട്ടിപ്പൊക്കി എടുത്ത് കൊണ്ടുവന്നിരിക്കുകയാണ് സാർ. ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ് സാർ. ചോദ്യോത്തര വേളയിലൂടെ ഈ നാടിന്റെ പ്രശ്നങ്ങൾ ഉന്നയിക്കാനുള്ള ഞങ്ങളുടെ അവകാശത്തെയാണ് സാർ ഇവർ ചോദ്യം ചെയ്യുന്നത്. സാർ, അങ്ങ് ശക്തമായി ഇക്കാര്യത്തിൽ ഇടപെടണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. സാർ, കടുത്ത അവഗണന
റെയിൽവേ വിഷയങ്ങളിൽ, റെയിൽവേ വികസനത്തിന്റെ കാര്യത്തിൽ കേന്ദ്രത്തിൽ നിന്ന് നേരിടുന്ന ഈ സന്ദർഭത്തിലും റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കിയതും പുതിയ പാലങ്ങളുടെ നിർമ്മാണം ആരംഭിക്കുന്ന കാര്യത്തിലും മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ് സാർ ഈ കേരളത്തിലെ ഗവൺമെന്റ്. ഇനി ഈ വർഷം എത്ര മേൽപ്പാലങ്ങളുടെ നിർമ്മാണം ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത് എന്നറിയിക്കാൻ കഴിയുമോ? മിനിസ്റ്റർ സർ, കേരള നിയമസഭയിൽ പ്രതിപക്ഷം നടത്തുന്ന ഈ തരത്തിലുള്ള ജനാധിപത്യത്തിനെതിരെയുള്ള ഈ കടന്നുകയറ്റത്തിൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം അറിയിക്കുകയാണ് സാർ. സാർ, ഓരോ ലെവൽ ക്രോസും നിർമ്മിക്കുന്നതിന് ഈ സർക്കാർ കാണിക്കുന്ന ഒരു ഇച്ഛാശക്തി ഉണ്ട് സാർ. സാർ, UDFന്റെ കാലത്ത് അവർ എത്ര മേൽപ്പാലങ്ങൾ ROBകൾ പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട് സാർ? എത്ര തുക മുടക്കിയിട്ടുണ്ട് സാർ? എത്ര അടിപ്പാതകൾ നിർമ്മിക്കുന്നുണ്ട്? ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ഒന്ന് ചാലഞ്ച് ചെയ്യുന്നു സാർ. അത് ഒന്ന് താരതമ്യം ചെയ്യാമോ? ഇവിടെ ലെവൽ ക്രോസുകളിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ, ആളുകൾക്ക് അവിടെ സമയം എത്ര യാത്രയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി സാർ, ഓരോ ജീവനും വിലപ്പെട്ടതല്ലേ സാർ? ഓരോ ജീവനും വിലപ്പെട്ടതാണ്. അപ്പൊ ആ നിലയിൽ ഈ സർക്കാർ എടുക്കുന്ന ROBകൾ നിർമ്മിക്കുന്നതിനും അടിപ്പാതകൾ നിർമ്മിക്കുന്നതിനും എടുക്കുന്ന ചരിത്രത്തിൽ ഏറ്റവും വലിയ ഇടപെടലാണ് സാർ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇത് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നതിൽ നിന്നുള്ളൊരു ഒളിച്ചോട്ടമാണ് വാസ്തവത്തിൽ ഇവിടെ പ്രതിപക്ഷം നടത്തുന്നത് സാർ. സാർ, ബഹുമാനപ്പെട്ട അംഗം ചോദിച്ച ഇനി എത്ര മേൽപ്പാലങ്ങളുടെ നിർമ്മാണം ആരംഭിക്കാൻ ലക്ഷ്യമിടുന്നു എന്ന് ചോദിച്ചു അദ്ദേഹം. സാർ, നിലവിൽ 26 റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം RBDCK, KRDCL എന്നിവ വഴി പുരോഗമിക്കുന്നുണ്ട്. പാവങ്ങാട് ROB, പുതുക്കാട് ROB, പുതിയകാവ് ചക്കുവള്ളി ROB തുടങ്ങിയവ ആരംഭിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ പി മമ്മിക്കുട്ടി. സാർ, കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്തോട് കാണിക്കുന്ന അവഗണനക്കെതിരായി ഒരുമിച്ച് നിന്ന് അതിനെതിരായി പ്രതിഷേധിക്കേണ്ട കേരളത്തിലെ പ്രതിപക്ഷക്കാർ കേന്ദ്ര ഗവൺമെന്റിനെതിരായി കാമ എന്നൊരു ശബ്ദം മുഴക്കാൻ തയ്യാറല്ലാതെ ഈ സംസ്ഥാന ഗവൺമെന്റിനെതിരായി സമരാഭാസവുമായി മുന്നോട്ട് പോകുകയാണ് സാർ. എൻ്റെ ചോദ്യം, റെയിൽവേ മേൽപ്പാലങ്ങളുടെ അടിഭാഗത്ത് വി പാർക്കുകളാക്കി മാറ്റുന്ന പദ്ധതി വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തുടർന്ന് പുതുതായി എത്ര പ്രദേശത്ത് വി പാർക്കുകൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നു? ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, സംസ്ഥാനത്തെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പദ്ധതികളിൽ ഒന്നാണ് ബഹുമാനപ്പെട്ട അംഗം ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള സാർ ഈ പാലങ്ങൾക്ക് അടിഭാഗത്തുള്ള വി പാർക്ക് പദ്ധതി സാർ. സാർ, അതിൽ വലിയ ജനസ്വീകാര്യതയും അതിൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ആളുകൾ തന്നെ ഈ വി പാർക്ക് പദ്ധതിയെക്കുറിച്ച് വലിയ രീതിയിൽ അവരുടെ അതിലുള്ളൊരു അഭിനന്ദനവും ഒക്കെ തന്നെ രേഖപ്പെടുത്തുന്നുണ്ട് സാർ. സാർ, ഈ ഒരു വി പാർക്ക് പദ്ധതി 7 ഇടങ്ങളിൽ പുതുതായിട്ട് ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് തുടരുകയാണ് സാർ. ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളി. സാർ, വിഷയദാരിദ്ര്യമാണിവർ സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് ഇങ്ങനെ ജനാധിപത്യ വിരുദ്ധമായ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത്. സാർ, ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിയുടെ നേട്ടം ലഭിച്ച മണ്ഡലമാണ് വടക്കാഞ്ചേരി. 4 റെയിൽവേ മേൽപ്പാലങ്ങളാണ് മണ്ഡലത്തിൽ വിവിധ ഘട്ടങ്ങളിലുള്ളത്. കോട്ടൂർ വേലുക്കുട്ടി റെയിൽവേ മേൽപ്പാലം റെയിൽവേ ഫണ്ടിങ്ങിന് അനുമതിയായി. സ്ഥലമെടുപ്പ് പൂർത്തിയാക്കി ഇപ്പോൾ പ്രാരംഭ നിർമ്മാണ പ്രവർത്തനങ്ങളിലാണ്. മാരാത്തൂന്ന് റെയിൽവേ മേൽപ്പാലത്തിന്റെ ടോപ്പോഗ്രാഫിക് സർവേയും സോയിൽ ഇൻവെസ്റ്റിഗേഷനും പൂർത്തിയാക്കി ജനറൽ അറേഞ്ച്മെന്റ് ഡ്രോയിങ് റെയിൽവേയുടെ അംഗീകാരത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. അമല സമാന്തര റെയിൽവേ മേൽപ്പാലത്തിനായി RBDCക്ക് തയ്യാറാക്കിയ GADയുടെ നിലവിലെ പുരോഗതി വ്യക്തമാക്കാമോ? വടക്കാഞ്ചേരി ബൈപ്പാസിലെ നിർദ്ദിഷ്ട റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണ ചുമതല GAD തയ്യാറാക്കിയ കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ തന്നെ ഏൽപ്പിക്കുന്നത് സർക്കാരിന്റെ പരിഗണനയിലുണ്ടോ എന്നതാണ് ചോദ്യം. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. ഈ ROBകളുടെ നിർമ്മാണത്തിൽ നമുക്കറിയാം, ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഇടപെടൽ നടത്തിയിട്ടുള്ള, ഏറ്റവും കൂടുതൽ ഫണ്ട് കിഫ്ബിയിലൂടെ ഉൾപ്പെടെ ലഭ്യമാക്കിയിട്ടുള്ള സർക്കാരാണ് കേരള സർക്കാർ, ഇപ്പോഴത്തെ സർക്കാർ സാർ. അതിലേറ്റവും നല്ല പരിഗണന ലഭിച്ച ഒരു മണ്ഡലമാണ് വടക്കഞ്ചേരി നിയോജക മണ്ഡലം സാർ. ബഹുമാനപ്പെട്ട അംഗം ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളി ഇവിടെ പറഞ്ഞതുപോലെ അദ്ദേഹം നടത്തിയ ഇടപെടലുകളുടെ ഭാഗമായിട്ട് തന്നെ കൂടുതൽ റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം ആ മണ്ഡലത്തിൽ സാധ്യമാക്കുന്നുണ്ട്. അമല ROBയുടെ നിർമ്മാണത്തിനായി ജനറൽ അലൈൻമെന്റ് ഡ്രോയിങ് തയ്യാറാക്കുകയും അത് അംഗീകാരത്തിനായി റെയിൽവേക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഈ ജനറൽ അലൈൻമെന്റ് ഡ്രോയിങ് അംഗീകാരം ലഭ്യമാക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി വരുന്നുണ്ട് സാർ. അത് സമയബന്ധിതമായി നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ വടക്കാഞ്ചേരി ബൈപ്പാസിലെ റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണം KRDCLനെ ഏൽപ്പിക്കുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലാണ് ഉള്ളത് സാർ. മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ KRDCLനെ തന്നെ ഇത് ഏൽപ്പിക്കാൻ കഴിയുമെന്നുള്ളത് പ്രതീക്ഷിക്കുന്നു. ശ്രീ പ്രമോദ് നാരായൺ, ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണം പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി.
ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം 100 ദിവസത്തെ തൊഴിൽ നൽകുക എന്നതാണ്. തൊഴിൽ ആവശ്യപ്പെട്ട കുടുംബങ്ങളിൽ ഏറ്റവും കൂടുതൽ കുടുംബങ്ങൾക്ക് തൊഴിൽ നൽകാൻ കഴിഞ്ഞതിൽ സംസ്ഥാനം രാജ്യത്തെ 2ാം സ്ഥാനത്താണ്. മിനിസ്റ്റർ മറുപടി പറയട്ടെ. ജോലി ലഭിച്ച ആകെ കുടുംബങ്ങളിൽ 100 ദിവസം പൂർത്തിയാക്കിയവരുടെ ശതമാനം നോക്കിയാൽ ഇന്ത്യയിൽ 1ാം സ്ഥാനത്താണ്. 25-26 കേരളം. ജോലി ലഭിച്ച പട്ടികവർഗ കുടുംബങ്ങളിൽ 100 ദിവസം പൂർത്തിയാക്കിയവരുടെ ശതമാനത്തിൽ ഇന്ത്യയിൽ 1ാം സ്ഥാനത്താണ് കേരളം. ജോലി ലഭിച്ച പട്ടികജാതി കുടുംബങ്ങളിൽ 100 ദിവസം പൂർത്തിയാക്കിയവരുടെ എണ്ണത്തിലും ഇന്ത്യയിൽ 1ാം സ്ഥാനത്താണ് കേരളം. ശരാശരി പട്ടികജാതി തൊഴിൽ ദിനങ്ങൾ 2ാം സ്ഥാനത്താണ് ഇന്ത്യയിൽ. ശരാശരി പട്ടികവർഗ തൊഴിൽ ദിനങ്ങളിലും 2ാം സ്ഥാനത്താണ് ഇന്ത്യയിൽ. 100 ദിവസം ജോലി നൽകിയ കുടുംബങ്ങളുടെ എണ്ണം 5ാം സ്ഥാനത്താണ് ഇന്ത്യയിൽ. സർ, വിശദമായ മറുപടി മേശപ്പുറത്ത് വയ്ക്കാം. ശ്രീ പ്രമോദ് നാരായൺ. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച് ചോദ്യവും ചർച്ചയും സഭയിൽ നടത്താൻ പോലും അനുവദിക്കാത്ത പ്രതിപക്ഷം ആ പദ്ധതിയെ തന്നെ അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാരിനെയാണ് സാർ ആത്യന്തികമായി സഹായിക്കുന്നത്. പദ്ധതിയുടെ പേരിൽ നിന്ന് ഗാന്ധിജിയെ പടിയിറക്കിയും കാർഷിക മേഖലയ്ക്കുള്ള തൊഴിൽ ദിനങ്ങൾ മാറ്റിയും സംസ്ഥാനങ്ങളുടെ മേലുള്ള സാമ്പത്തിക ബാധ്യത കൂടുതലായി അടിച്ചേൽപ്പിച്ചും ഇന്ന് കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയെ അട്ടിമറിക്കാൻ ശ്രമിക്കുമ്പോൾ, പുതിയ കരിനിയമം നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ ആ പദ്ധതിയെ സംരക്ഷിക്കാൻ നമ്മുടെ സർക്കാർ, കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിക്കുന്ന നടപടികൾ വിശദീകരിക്കാമോ എന്നാണ് ചോദ്യം. യെസ് മിനിസ്റ്റർ. സാർ, ചോദ്യകർത്താവ് ഉന്നയിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പാർലമെന്റിൽ തൊഴിലുറപ്പ് നിയമത്തെ അട്ടിമറിച്ച് BBG റാംജി ബില്ല് പാസാക്കിയ ദിവസം അത് കഴിഞ്ഞ് നേരെ പ്രധാനമന്ത്രി മോദിയുടെ കൂടെ ചായ കുടിക്കാൻ പോയ പ്രിയങ്ക ഗാന്ധിയുടെ അനുയായികളാണ് സാർ ഈ മഹാത്മാഗാന്ധിയുടെ പേര് വെട്ടുകയും തൊഴിലുറപ്പിന്റെ കഥ കഴിക്കുകയും ചെയ്തിട്ട് ഒന്നിച്ച് ചായ കുടിച്ച് ആഘോഷിച്ചവരാണ് മോദിയും പ്രിയങ്ക ഗാന്ധിയും. രാഹുൽ ഗാന്ധി ആണെങ്കിൽ ജർമ്മനിയിൽ ഉല്ലാസയാത്രയിലായിരുന്നു സർ. ജർമ്മനിയിലെ ഏറ്റവും പുതിയ ബൈക്ക് ഓടിച്ച് കളിക്കുന്ന തിരക്കിലായിരുന്നു രാഹുൽ ഗാന്ധി. സാർ, അതുകൊണ്ട് ചോദ്യകർത്താവ് ഉന്നയിച്ചത് പ്രധാനപ്പെട്ട കാര്യമാണ്. കേന്ദ്ര ഗവൺമെന്റ് തൊഴിലുറപ്പിനെ അട്ടിമറിക്കുമ്പോൾ സംസ്ഥാനം ആ തൊഴിലുറപ്പ് പദ്ധതിയെ മുന്നോട്ട് നയിക്കാൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. ബഹുമാന്യനായ ധനകാര്യമന്ത്രി ഈ വർഷത്തെ ബജറ്റിൽ 1000 കോടി രൂപ അധികമായി തൊഴിലുറപ്പ് പദ്ധതിക്കായി വകയിരുത്തിയിട്ടുള്ളത് അതിന്റെ ഭാഗമാണ്. സാർ, 60-40 എന്ന നിലയിൽ കേന്ദ്ര ഗവൺമെന്റ് ഇതിന്റെ ചെലവിന്റെ ഘടന മാറ്റിയിരിക്കുകയാണ്. 100% കേന്ദ്രാവിഷ്കൃത പദ്ധതിയായിരുന്നത് ഇനി മുതൽ 60% കേന്ദ്രത്തിന്റെ വിഹിതം കുറയ്ക്കും എന്ന് മാത്രമല്ല, കേന്ദ്രം അനുവദിക്കുന്ന ബജറ്റ് നോർമറ്റീവ് അലോക്കേഷനാണ്. നേരത്തെ ഡിമാൻഡ് ഡ്രിവൺ ആയിരുന്നു ഈ പദ്ധതി. ചോദിക്കുന്ന ആവശ്യപ്പെടുന്ന എല്ലാവർക്കും ജോലി കൊടുക്കുക എന്നതാണ്. എന്നാൽ ഇപ്പോൾ കേന്ദ്രം അനുവദിക്കുന്നവരുടെ 60% മാത്രമേ കേന്ദ്ര ഗവൺമെന്റ് നൽകുകയുള്ളൂ. അതിൽ കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കുമ്പോൾ 100% സംസ്ഥാനത്തിന്റെ ബാധ്യതയായി മാറുകയാണ് സർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, തൊഴിലിടങ്ങളിൽ തൊഴിൽ സമയത്ത് അപകടത്തിൽപ്പെടുകയോ ജീവൻ നഷ്ടപ്പെടുകയോ ചെയ്യുന്ന അങ്ങോട്ട് മാറി നിൽക്ക്. സർ, തൊഴിലിടങ്ങളിൽ തൊഴിൽ സമയത്ത് അപകടത്തിൽപ്പെടുകയോ തൊഴിലിനിടയിൽ ജീവൻ നഷ്ടപ്പെടുകയോ ചെയ്യുന്ന തൊഴിലാളികളെ സംരക്ഷിക്കാൻ രാജ്യത്തിനാകെ മാതൃകയാകുന്ന തരത്തിൽ കേരളം നടപ്പിലാക്കുന്ന ക്ഷേമനിധി പദ്ധതിയെ സംബന്ധിച്ച് വിശദീകരിക്കാമോ? സർ, യെസ് മിനിസ്റ്റർ. ഇന്ത്യയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ആദ്യമായി ക്ഷേമനിധി ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് കേരള സംസ്ഥാനം. LDF ഗവൺമെന്റാണ് സർ തൊഴിലുറപ്പ് ക്ഷേമനിധി ഏർപ്പെടുത്തിയത്. സർ, ആ ക്ഷേമനിധി പ്രകാരം അപകടത്തിൽപ്പെടുന്ന തൊഴിലാളികൾക്ക് മാത്രമല്ല ആനുകൂല്യം, തൊഴിലെടുക്കുന്നവർക്ക് പ്രസവാനുകൂല്യമുണ്ട്, അവരുടെ മക്കൾക്ക് പ്രസവാനുകൂല്യമുണ്ട്, വിദ്യാഭ്യാസാനുകൂല്യമുണ്ട്. ഇങ്ങനെ നിരവധിയായിട്ടുള്ള ആനുകൂല്യങ്ങളാണ് തൊഴിലുറപ്പ് ക്ഷേമനിധി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നൽകുന്നത്. സർ, കേന്ദ്ര ഗവൺമെന്റ് അത് മുഴുവൻ ഇപ്പോൾ അട്ടിമറിക്കുന്ന നിലയിലേക്കാണ് പോകുന്നത്. അതിന് കോൺഗ്രസ് കൂട്ടുനിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഡോക്ടർ ജയരാജ്. സാർ, കേന്ദ്ര ഗവൺമെന്റ് മഹാത്മാഗാന്ധി പദ്ധതിയെ ചരിത്രത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ആദ്യം പോലും ഈ നിയമസഭയിൽ അവതരിപ്പിക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷം തയ്യാറായത് സാർ. എന്റെ ചോദ്യം, കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന പുതിയ നിയമം അത് നിലവിൽ ഡിമാൻഡ്
ഡിമാൻഡ് ഡ്രിവൺ ഫ്രെയിംവർക്കിൽ നിന്ന് സപ്ലൈ ഡ്രിവൺ ഫ്രെയിംവർക്കിലേക്ക് മാറ്റുമ്പോൾ സംസ്ഥാനത്തുണ്ടാകുന്ന അധിക ബാധ്യതയെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള പഠനം നടത്തിയിട്ടുണ്ട്. എന്തായിരിക്കും സംസ്ഥാന കാര്യത്തിൽ ഏറ്റെടുക്കാൻ പോകുന്ന നടപടി? അധിക ബാധ്യത ഇപ്പൊ കൃത്യമായിട്ട് പ്രവചിക്കാനാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്രം എത്ര തൊഴിലാണ് അനുവദിക്കുന്നത് എന്ന് നമ്മൾ ആദ്യം കണക്കിലെടുക്കേണ്ടതുണ്ട്. കേന്ദ്രം അനുവദിക്കുന്ന തൊഴിലിന്റെ 60% കേന്ദ്ര ഗവൺമെന്റ് തരൂ. അതിന്റെ 40% സംസ്ഥാനം വഹിക്കേണ്ടി വരും. പിന്നെ പുതുതായി തൊഴിൽ സൃഷ്ടിക്കുകയാണെങ്കിൽ അതിന് 100% വഹിക്കേണ്ടി വരും. അപ്പോൾ എത്രയായിരിക്കും അധിക ബാധ്യത എന്ന് ഈ ഘട്ടത്തിൽ പറയാനാവില്ല. പല കണക്കുകൾ വന്നിട്ടുണ്ട്. 3000-3500 കോടി വരെ അധിക ബാധ്യത വരുമെന്ന കണക്കുകളെല്ലാം വന്നിട്ടുണ്ട്. സർ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിലവിൽ കേന്ദ്ര ഗവൺമെന്റ് 1210 കോടി രൂപ കൂലി ഇനത്തിൽ കുടിശ്ശികയാണ് സർ. കേരളത്തിലെ 22 ലക്ഷം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നൽകേണ്ട കൂലി 1210 കോടി കുടിശ്ശികയാണ്. ഇവിടുന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു പോയ 10-18 MP-മാരുണ്ട് സർ. ഇന്ന് വരെ വാ തുറന്ന് ഈ കാര്യം പാർലമെന്റിൽ ചോദിക്കാൻ അവരാരും തയ്യാറായിട്ടില്ല. ജനങ്ങളുടെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വോട്ടും വാങ്ങി ജയിച്ചു പോയിട്ട് ഇവരൊന്നും വാ തുറന്ന് ചോദിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇവരുടെ നേതാവ് പ്രിയങ്ക ചായയും കുടിച്ച് മോദിയോടൊപ്പം ആഘോഷിക്കുന്നത്, തൊഴിലുറപ്പിനെ തകർത്തത് ആഘോഷിക്കുന്നതും നമ്മൾ കണ്ടതാണ്. ഇതാണ് ഇവരുടെ മനോഭാവം, ഇവരുടെ സമീപനം ഇതാണ് സർ. ശ്രീ ജോബ് മൈക്കൽ. സാർ, പാവപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വിഷയം ഈ സഭയിൽ അവതരിപ്പിക്കുമ്പോൾ പോലും യാതൊരു കൂറുമില്ലാതെ ഇവിടെ സമരം നടത്തുന്ന പ്രതിപക്ഷ നടപടി വളരെ മോശമാണ് സാർ. എനിക്കിവിടെ ചോദിക്കാനുള്ളൊരു ചോദ്യം, 60%-ലധികം സ്ത്രീ തൊഴിലാളികൾ തൊഴിലെടുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിയെ കേന്ദ്ര സർക്കാർ പരിമിതപ്പെടുത്തുന്നതിന് ഇല്ലാതാക്കുന്നതിന് ശ്രമിക്കുമ്പോൾ ഈ സാഹചര്യത്തിൽ സ്ത്രീകളുടെ വരുമാനത്തിൽ ഉണ്ടാകുന്ന കുറവ് വിശകലന വിധേയമാക്കിയിട്ടുണ്ടോ? അതിനുള്ള പരിഹാരം സംസ്ഥാന സർക്കാർ നടപ്പാക്കുമോ എന്നുള്ളതാണ് സാർ എൻ്റെ ചോദ്യം. വ്യക്തമായില്ല. 60%-ലധികം സ്ത്രീ തൊഴിലാളികൾ തൊഴിലെടുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിയെ കേന്ദ്ര സർക്കാർ പരിമിതപ്പെടുത്തുന്നതിനും ഇല്ലാതാക്കുന്നതിനും ശ്രമിക്കുന്ന സാഹചര്യത്തിൽ സ്ത്രീകളുടെ വരുമാനത്തിൽ ഉണ്ടാകുന്ന കുറവ് വിശകലന വിധേയമാക്കിയിട്ടുണ്ടോ? അതിനുള്ള പരിഹാരം സംസ്ഥാന സർക്കാർ നടപ്പാക്കുമോ? സർ, ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ധനകാര്യമന്ത്രി ഈ വർഷത്തെ ബജറ്റിൽ 1000 കോടി രൂപ അധികമായി അനുവദിച്ചിട്ടുണ്ട്. അത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. സ്ത്രീ വിരുദ്ധമായ നടപടി കൂടിയാണ് കേന്ദ്ര ഗവൺമെന്റിൻ്റെത്. കാരണം തൊഴിലുറപ്പ് തൊഴിലാളികൾ മഹാഭൂരിപക്ഷവും സ്ത്രീകളാണ്. സ്ത്രീകളെ സംബന്ധിച്ചതൊരു വരുമാനമാണ്. ദാരിദ്ര്യ ലഘൂകരണത്തിനുള്ള നടപടിയാണ്. അപ്പോൾ പാവപ്പെട്ടവർക്കെതിരായ സർജിക്കൽ സ്ട്രൈക്കാണ് കേന്ദ്ര ഗവൺമെന്റ് നടത്തിയിട്ടുള്ളത്. സ്ത്രീകൾക്കെതിരായിട്ടുള്ള കടുത്ത ദ്രോഹമാണ് കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുള്ളത്. അത് ഈ സഭ ഗൗരവമായിട്ട് കാണുകയും ചർച്ച ചെയ്യുകയും ചെയ്യേണ്ട ഒരു സന്ദർഭത്തിലാണ് നിർഭാഗ്യകരമായിട്ടുള്ള പ്രതിഷേധം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ. സാർ, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മജിയുടെ പേരിലുണ്ടായിരുന്നതും രാജ്യത്തെ കോടിക്കണക്കിന് പട്ടിണിപ്പാവങ്ങൾക്ക് ആശ്വാസം നൽകുന്നതുമായൊരു പദ്ധതി കേന്ദ്ര സർക്കാർ ഇല്ലെന്നാക്കിയപ്പോൾ അതിനെതിരായ വിഷയം ഈ സഭയിൽ ചോദ്യമായി ഉന്നയിക്കപ്പെടുമ്പോൾ പ്രതിപക്ഷം നടത്തുന്ന ഇത്തരം ഒരു സമരാഭാസം അങ്ങേയറ്റം അപലപനീയമാണ് എന്ന് സൂചിപ്പിക്കട്ടെ സാർ. എൻ്റെ ചോദ്യം, തൊഴിലുറപ്പ് പദ്ധതിയിൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ എല്ലാം ഏറ്റെടുക്കുന്നത് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ ഉയർന്നു വന്നപ്പോൾ അതിനെ മറികടന്ന് കാർഷിക മേഖലയിലെ പ്രവർത്തികൾ കൂടി ഉൾപ്പെടുത്താൻ, തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. സാർ, തൊഴിലുറപ്പ് പദ്ധതിയുടെ വ്യവസ്ഥകൾ, നിബന്ധനകളൊക്കെ കേന്ദ്രത്തിൻ്റെതാണ്. കേന്ദ്രത്തിന്റെ സമീപനമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചോദ്യം നമ്പർ 94 ശ്രീ ലിൻഡോ ജോസഫ്, ബഹുമാനപ്പെട്ട ആരോഗ്യം വനിതാ ശിശു മന്ത്രി, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് വേണ്ടി. മിനിസ്റ്റർ ടേബിൾ ചെയ്താൽ മതി. സർ, ടേബിൾ ചെയ്യുന്നു സർ. ശ്രീ ലിൻഡോ ജോസഫ്. സർ, നാടിന്റെ വികസനത്തെ തടയുക എന്നത് മാത്രമായി പ്രതിപക്ഷത്തിന്റെ നിലപാട് ചുരുങ്ങുകയാണ് സർ. സാർ, നാട്ടിലെ സാധാരണക്കാരുടെ വിഷയം ഉന്നയിക്കാനുള്ള അവസരത്തെ എല്ലാ ദിവസവും ഇങ്ങനെ ഈ ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് സാർ. സാർ, ഈ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാവുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തി കൊണ്ടുകൊണ്ട് മാത്രമാണ് സാർ. ഈ പദ്ധതിയെ എതിർക്കുമെന്നതായിരുന്നു സാർ പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് സാർ. സാർ, എന്റെ ചോദ്യം, ഈ LDF സർക്കാർ വന്നതിന് ശേഷം 2734 കോടി രൂപ മുടക്കി ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുകയാണ് സാർ. സാർ, ഈ പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ
ഈ പദ്ധതി ആരംഭിക്കുന്ന മറിപ്പുഴയിൽ നിന്ന് ആനക്കാമ്പൽ മറിപ്പുഴയിൽ നിന്ന് ദേശീയപാതയുമായി കണക്ട് ചെയ്യാനുള്ള റോഡിന്റെ അലൈൻമെന്റ് എപ്രകാരമാണ് ദേശീയപാതയുമായി കണക്ട് ചെയ്യാൻ എന്തെല്ലാം പദ്ധതികളാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് എന്ന് വിശദമാക്കാമോ? യെസ് മിനിസ്റ്റർ. സർ, ബഹുമാനപ്പെട്ട അംഗം ഇവിടെ പറഞ്ഞതുപോലെ ഒരു ജനതയുടെ സ്വപ്നമാണ് സർ. എത്ര പതിറ്റാണ്ടുകളായിട്ട് ഒരു ജനത ആഗ്രഹിക്കുന്നതാണ് സർ ഇങ്ങനെ ഒരു പാത അവർക്ക് വേണം എന്നുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ സർക്കാർ നടത്തിയ നിശ്ചയദാർഢ്യത്തോടെയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് സർ അവിടെ ഇപ്പോൾ നമുക്ക് ഈ പ്രോജക്റ്റ് അനുവദിച്ചതും ഈ നിർമ്മാണം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതേസമയം തന്നെ സർ നമ്മളൊരു കാര്യം കാണണം, ഒരു കാരണവശാലും ഈ പദ്ധതി നടപ്പിലാക്കില്ല എന്ന് ഒരു ജനതയുടെ സ്വപ്നത്തിനെതിരായി നിന്ന ചിലരും ഇവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണണം സർ. സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും, ആളുകളുടെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും നാടിന്റെ വികസനത്തിനെതിരായി നിൽക്കുന്ന ചില ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണണം. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ അതിനെ എതിർത്തതാണ് എന്നുള്ളത് നമ്മൾ കാണേണ്ടതായിട്ടും ഉണ്ട് സർ. സർ, അവിടെ നമ്മുടെ ഈ തുരങ്കപാത, കോഴിക്കോട് വയനാട് തുരങ്കപാത സർ, കുന്നമംഗലം, അഗസ്ത്യമൂഴി, തിരുവമ്പാടി, ആനക്കാമ്പൊയിൽ, മരിപ്പുഴ, കള്ളാടി, മേപ്പാടി, കൽപ്പറ്റ റോഡിനെ ഇതിൽ സംസ്ഥാന ഹൈവേ, സ്റ്റേറ്റ് ഹൈവേ 83 ആയി സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. തുരങ്കപാത കൊല്ലങ്കൽ കോഴിക്കോട് ദേശീയപാത NH 766 കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലത്തും വയനാട് ജില്ലയിൽ കൽപ്പറ്റ ഭാഗത്തുമായാണ് ബന്ധിക്കപ്പെടുന്നത്. കുന്നമംഗലം മുതൽ അഗസ്ത്യമൂഴി വരെയുള്ള 4 വരി പാതയുടെ അലൈൻമെന്റ് സർക്കാരിന്റെ പരിഗണനയിലാണ്. അത് പരിശോധിച്ച് DPRലേക്ക് ഉടൻ തന്നെ കടക്കാനാകും സർ. മൈക്കോടൊക്കെ എവിടാ മാറി നിൽക്ക അവിടെ നിന്ന് സർ. ഓഗസ്റ്റ് 31, 2025 ഓഗസ്റ്റ് 31-നാണ് തുരങ്കപാതയുടെ നിർമ്മാണ പ്രവർത്തികളുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിച്ചത്. അതിവേഗതയിൽ തുരങ്കപാതയുടെ നിർമ്മാണ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അനുബന്ധ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ചു. എൻ്റെ ചോദ്യം സാർ, തുരങ്കം നിർമ്മിക്കുന്ന നിർമ്മാണത്തിന്റെ ഫസ്റ്റ് ബ്ലാസ്റ്റിംഗ് എപ്പോൾ നടത്താൻ വേണ്ടി കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? പദ്ധതി എന്നേക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ പൂർത്തീകരിക്കാൻ കഴിയും എന്നതാണ്, വിശദീകരിക്കാമോ? സാർ, ജനങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കരുത്, ഈ പദ്ധതി തന്നെ നടപ്പാക്കരുത് എന്ന് പറഞ്ഞ് ഇടപെട്ട അതിനുവേണ്ടി നിലകൊണ്ട ചിലരുണ്ട് സാർ. പക്ഷേ അത്തരത്തിലുള്ള പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഈ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ അവിടെ നമ്മുടെ പ്രാരംഭ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ അതിൻ്റെ അനുബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ അതിവേഗം തന്നെയാണ് ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നത്. നമ്മളൊരു ടൈം നിശ്ചയിച്ചത് അനുസരിച്ച് തന്നെ ഓരോ ഘട്ടവും പിന്നിട്ടുകൊണ്ടാണ് ഈ പ്രോജക്റ്റ് മുന്നോട്ട് പോകുന്നത്. മറ്റ് തടസ്സങ്ങളൊന്നും തന്നെ ഇല്ല എങ്കിൽ സാർ ഈ മാസം അവസാനത്തോടെ, ഫെബ്രുവരി അവസാനത്തോടെ ബ്ലാസ്റ്റിംഗിലേക്ക് എത്താൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഈ പദ്ധതി പൂർണ്ണമായി സജ്ജമാകുന്നത് 2029-ലായിരിക്കും സാർ. ശ്രീ TP രാമകൃഷ്ണൻ. സർ, കേരളത്തിന്റെ ഒരു വികസനവും അനുവദിക്കില്ല എന്ന നിലപാടാണ് ഇവിടെ UDF തുടർച്ചയായിട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ സഭയിൽ അവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന പേക്കൂത്തുകളെല്ലാം. ഇത് ജനങ്ങൾ ശരിയായ നിലയിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഭാവി കേരളത്തിൻ്റെ താല്പര്യത്തെ മുൻനിർത്തി ആവശ്യമായ നിലപാടുകൾ ജനങ്ങൾ സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സർ, വയനാടിൻ്റെ യാത്രാ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇന്ന് ഏർപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ തുരങ്കപാത. ഈ വയനാടിൻ്റെ യാത്രയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റൊരു പ്രശ്നം പൂഴിത്തോട് പടിഞ്ഞാറത്തറ റോഡാണ്. ഈ പൂഴിത്തോട് പടിഞ്ഞാറത്തറ റോഡിൻ്റെ നിർദ്ദിഷ്ട DPR തയ്യാറാക്കിയിട്ടുണ്ടോ? ഈ റോഡിൻ്റെ DPR-ൽ ടണർ നിർമ്മാണവും ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമാക്കാമോ? ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ പൂഴിത്തോട് പടിഞ്ഞാറേത്തറ റോഡ് ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാക്കി പ്രവൃത്തിയുടെ പ്രാഥമിക പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ പ്രവൃത്തിയുടെ പ്രാഥമിക പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രകാരം റോഡിന്റെ ആകെ നീളം 20.918 കിലോമീറ്റർ ആണ്. ഇതിൽ 4.675 കിലോമീറ്റർ നീളത്തിൽ ടണൽ കൂടി നിർദ്ദേശിച്ചിട്ടുണ്ട് സർ. ഇതിൽ ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള പ്രാഥമിക രൂപരേഖയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് പരിശോധിച്ചു വരുന്നുണ്ട് സർ. സർ, ഈ ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത പദ്ധതിക്കായി ഇതുവരെ സംസ്ഥാന സർക്കാർ 148,58,11,761 രൂപ കിഫ്ബിയിൽ നിന്നും ചെലവഴിച്ചിട്ടുണ്ട് സർ. ഇതിൽ ഭൂമി ഏറ്റെടുക്കലിനായി കൈമാറിയ 77,51,75,443 രൂപയും നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി ചെലവഴിച്ച 67,05,00,000 രൂപയും യൂട്ടിലിറ്റി ഷിഫ്റ്റിങ്ങിനായി KSEBക്ക് കൈമാറിയ 7,36,000 രൂപയും പാരിസ്ഥിതിക ആഘാത പഠനത്തിനായി നൽകിയ 12 ലക്ഷം രൂപയും ഫോറസ്റ്റ് ക്ലിയറൻസിനായി നൽകിയ
3,81,00,000 രൂപയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് സർ. ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച വിഷയത്തിൽ ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അതിന്റെ നടപടികൾ പുരോഗമിക്കുന്നുണ്ട് സർ. ശ്രീ എ രാജ PTI റഹീം ചുമതലപ്പെടുത്തിയ പ്രകാരം. സർ, ഇടുക്കി ജില്ലയുടെ ജനങ്ങളുടെ സ്വപ്നങ്ങൾ ഓരോന്നായി LDF സർക്കാരിലൂടെ യാഥാർത്ഥ്യമാകുകയാണ് സാർ. സാർ, റോഡ് വികസനത്തിലൂടെ ഇടുക്കി ജില്ലയുടെ മുഖച്ഛായ തന്നെ മാറ്റുന്നതിന് LDF സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. സാർ, പ്രത്യേക അഭിനന്ദനങ്ങൾ സാർ. സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് മറ്റെവിടെയെങ്കിലും തുരങ്കപാത നിർമ്മിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. സാർ, ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ 10 വർഷക്കാലം കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ ഉണ്ടായ മാറ്റം വിസ്മയകരമാണ് സാർ. സാർ, ഇടുക്കി ജില്ലയിലെ നമ്മളതിൻ്റെ ഷോട്ടുകളൊക്കെ കണ്ടിട്ടുള്ളതാണ്. അവിടെ സഞ്ചരിക്കുന്നവർക്കറിയാം. ഇനി അവിടെ പോകാത്തവർക്കാണെങ്കിൽ അത് ആളുകൾ തന്നെ, ജനങ്ങൾ തന്നെ എടുത്ത് അതിൻ്റെ വിഷ്വൽസ് ഒക്കെ പ്രചരിപ്പിക്കുന്നത് നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളത്. നമ്മളൊക്കെ നിരന്തരം അവിടെ പോകുന്നതുമാണല്ലോ സാർ. സാർ, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ നല്ല നിലയിൽ മുന്നേറ്റം ഉണ്ടാക്കി എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് സാർ. ഇവിടെ നമ്മുടെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള നിർമ്മാണ പദ്ധതികളിൽ തുരങ്കപാത പോലെയുള്ള പദ്ധതികൾ ഉൾപ്പെടുത്തി മുന്നോട്ട് പോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സാർ, ഇത്തരത്തിലുള്ള തുരങ്കപാത നടപ്പിലാക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവാണ് സാർ ഈ സഭയിൽ ഇപ്പോൾ ഇരിക്കുന്നത്. അദ്ദേഹം മിണ്ടാതെ ഇരിക്കുന്നത്. ഒരു കാരണവശാലും തുരങ്കപാത അനുവദിക്കില്ല എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവാണ് സാർ ഇവിടെ ഇരിക്കുന്നത്. സാർ, സംസ്ഥാന സർക്കാർ ഈ തുരങ്കപാത നിർമ്മിച്ച് മുന്നോട്ട് പോകുകയാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ബജറ്റിൽ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. വളരെ സുപ്രധാനമായിട്ടുള്ളൊരു പ്രഖ്യാപനമാണ് സാർ. അത് കട്ടപ്പന തേനി തുരങ്കപാതയുടെ നിർമ്മാണം സംബന്ധിച്ചാണ്. അതിൻ്റെ തുരങ്കപാതയുടെ സാധ്യതാ പഠനത്തിനായി 10 കോടി രൂപയാണ് ബജറ്റിൽ അനുവദിച്ചിട്ടുള്ളത്. കട്ടപ്പന മുതൽ തേനി വരെ 20 കിലോമീറ്ററോളം യാത്രാലാഭം സാധ്യമാക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് സാർ നമ്മൾ വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള വലിയ മുന്നേറ്റം ഈ ഒരു തുരങ്കപാതയിലൂടെ ഉണ്ടാകുന്നു. സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ യാത്രാക്ലേശങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത്. ഒന്ന് മണ്ണിടിഞ്ഞാൽ, ഒരു ശക്തമായ മഴ പെയ്താൽ യാത്ര തടസ്സപ്പെട്ടു പോകുന്ന വയനാട് ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയിലാണ് സാർ ഇങ്ങനെ തുരങ്കപാത എന്നുള്ളത് നമ്മൾ നേരത്തെ ഇതിനോടകം ഇത് വളരെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുള്ളതാണ്. ജനങ്ങളത് 2 കൈയും നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു സാർ. അതുപോലെ തന്നെയാണ് സാർ ഇതുപോലെ മുതൽ തേനി വരെയുള്ള 20 കിലോമീറ്ററോളം യാത്രാലാഭം സാധ്യമാക്കുന്ന ഒരു പദ്ധതിയാണ്. ഇടുക്കിയിലെ ജനങ്ങൾക്ക് മാത്രമല്ല കേരളത്തിന്റെ ആകെ വികസന മുന്നേറ്റത്തിന് ഇതിന് സഹായകരമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വയനാട് കോഴിക്കോട് തുരങ്കപാത എതിർത്തതുപോലെ പ്രതിപക്ഷ നേതാവ് ഈ പദ്ധതി എതിർക്കുന്നുണ്ട് സാർ. സാർ, അത് സാർ ഇത് കേരളം ഇത് പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് സാർ. കേരളത്തിന്റെ വികസനത്തിന് തുരങ്കം വയ്ക്കുന്ന പ്രതിപക്ഷത്തിന്റെ കുതന്ത്രങ്ങൾക്കുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് അതിവേഗതയിൽ പ്രവർത്തനം നടന്നു വരുന്ന ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത. കേരളത്തിന്റെ വികസനം തന്നെ തകർക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്നവർ നിയമസഭയുടെ നടത്തിപ്പ് തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ തടസ്സം നിൽക്കുന്ന രീതിയിൽ ജനാധിപത്യത്തിന് ഹിതകരമല്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാർ, ചോദ്യം ഇതാണ്: തുരങ്കപാത യാഥാർത്ഥ്യമാക്കുന്നതോടെ എന്തൊക്കെ മാറ്റങ്ങളാണ് കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ ഭാഗങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത്? അത് വിലയിരുത്തിയിട്ടുണ്ടോ? അതിനനുസരിച്ച് ആ മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കും? സാർ, ഈ കോഴിക്കോട് വയനാട് തുരങ്കപാത യാഥാർത്ഥ്യമാക്കുന്നതോടുകൂടി വളരെ വിസ്മയകരമായിട്ടുള്ള മാറ്റങ്ങൾ സാർ ഈ മേഖലയിൽ യാഥാർത്ഥ്യമാകും സാർ. സാർ, ഇതിന്റെ ഗുണഫലം നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കാണ് സാർ. തീർച്ചയായിട്ടും ആത്യന്തികമായി പ്രഥമമായി ജനങ്ങൾക്കാണ് ഇതിന്റെ ഗുണഫലം ലഭിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ടുള്ള വികസന പദ്ധതികൾ, ഇപ്പോൾ റോഡ് വികസനങ്ങളൊക്കെ ഇതുമായിട്ട് കണക്റ്റഡ് ആകുന്ന റോഡുകൾ, ആ മേഖലയിലുള്ള മറ്റു റോഡുകളുടെ വികസനമൊക്കെ തന്നെ ഇതിന്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട്. ഇപ്പോൾ കിഫ്ബി പദ്ധതികൾക്കൊപ്പം മറ്റു പദ്ധതികളിൽ കൂടി ഇത് ഉൾപ്പെടുത്തി സമീപ റോഡുകൾ ഉൾപ്പെടെ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സാർ ശ്രമിക്കുന്നത്. ഈ ഒരു പാത യാഥാർത്ഥ്യമാകുന്നതോടുകൂടി സാർ സാമ്പത്തിക രംഗത്ത് വയനാട് തുരങ്കപാത വലിയ ഉണർവാണ് സൃഷ്ടിക്കാനായിട്ട് പോകുന്നത്. കൃഷി ഉൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ച് കാപ്പി, കുരുമുളക്, ഏലം തുടങ്ങിയവ വിപണികളിലേക്ക് വേഗത്തിൽ എത്തിക്കാൻ കഴിയും. ഗതാഗത ചെലവ് കുറയും. കർഷകർക്ക് മികച്ച വില ലഭിക്കും. ഇതുകൂടാതെ നിർമ്മാണ ഘട്ടത്തിലും തുടർന്ന് അനുബന്ധ ഘട്ടങ്ങളിലും സാർ നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും സാർ. അതുകൂടാതെ ഗതാഗതം, റെയിൽവേ സ്റ്റേഷനോ അല്ലെങ്കിൽ വിമാനത്താവളത്തിലേക്കോ ഒക്കെ പോകാൻ വയനാട്ടുകാർ ഇപ്പോൾ താമരശ്ശേരി ചുരത്തെയാണ് ആശ്രയിക്കുന്നത്. വാഹനാപകടങ്ങളും സാങ്കേതിക തകരാർ, എത്ര മണിക്കൂറാണ് സാർ ചുരത്തിൽ നഷ്ടപ്പെടുന്നത്? എത്ര മണിക്കൂറുകൾ?
സാർ അതുകൊണ്ട് അത്തരത്തിലുള്ള ഗതാഗത കുരുക്കിനൊക്കെ അത് പരിഹാരമാകും. ഇത് കൂടാതെ സാർ ടൂറിസം മേഖലയ്ക്ക് ഈ പദ്ധതി വലിയ രീതിയിൽ ഗുണം ചെയ്യും. ഈ വയനാടിന്റെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തിച്ചേരുന്നതിന് വർഷം മുഴുവൻ സുരക്ഷിതവും തടസ്സരഹിതവുമായ ഗതാഗതം ഉറപ്പാക്കുന്നതിന് ഇതിലൂടെ സാധിക്കുന്നതാണ്. ഹോട്ടൽ, ഹോം സ്റ്റേ, ഗൈഡ് സേവനങ്ങൾ തുടങ്ങിയ മേഖലകൾക്ക് വളർച്ചയുണ്ടാകും. ഇതിലൂടെ പ്രാദേശിക ജനങ്ങളുടെ വരുമാനമാണ് സാർ ആത്യന്തികമായിട്ട് വർദ്ധിക്കുന്നത്. അപ്പോൾ എല്ലാ തലത്തിലും സാർ വലിയ വികസനത്തിന് ഈ താമരശ്ശേരി ചുരത്തിലൂടെ സഞ്ചരിക്കാതെ വയനാട്, കോഴിക്കോട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിർദ്ദിഷ്ട തുരങ്കപാത കൊച്ചിയും ബാംഗ്ലൂരും തമ്മിലുള്ള യാത്രാക്ലേശവും സാർ വലിയ രീതിയിൽ പരിഹരിക്കും. സംസ്ഥാനത്തെ മുഴുവൻ ഗുണപരമായി ബാധിക്കുന്ന ഒരു പ്രോജക്റ്റാണ് സാർ ഇത്. ശ്രീ 95 ശ്രീമതി ശൈല ടീച്ചർ ചുമതലപ്പെടുത്തിയ പ്രകാരം യു പ്രതിഭ, ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രി. സാർ ഈ സഭ ആരംഭിച്ച അന്ന് മുതൽ ഈ ബാനറും കൊണ്ട് സ്വർണം കട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന് പറഞ്ഞുള്ള മുദ്രാവാക്യം വിളിക്കുകയാണ്. സാർ അവരുടെ ആവശ്യം എന്താണ് സാർ? ഒരു ആവശ്യം വേണമെന്നില്ല സാർ. യഥാർത്ഥത്തിൽ സ്വർണം കട്ടത് ആരപ്പ, കോൺഗ്രസ് ആണ് അയ്യപ്പ, സംരക്ഷിക്കുന്ന ആരപ്പ, സോണിയാഗാന്ധിയാണ് അയ്യപ്പ എന്നാണ് സാർ എഴുതി വയ്ക്കേണ്ടത്. സാർ ഈ സംസ്ഥാനത്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കൂടി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സാർ പ്രത്യേക അന്വേഷണ സംഘം വളരെ ഗൗരവമായി തന്നെ ഇക്കാര്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി നടത്തിയ സമരത്തിന് ഒരു പ്രാധാന്യവും മാധ്യമങ്ങളിൽ കിട്ടുന്നില്ല എന്നുള്ളത് കണ്ടുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ അവറിൽ ഈ സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. സാർ ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അതിൽപ്പെട്ട MLA-മാരെ വിളിച്ച് ക്ലാസ് കൊടുക്കുന്നുണ്ടായിരുന്നു. മുകളിലോട്ട് കയറി സ്പീക്കർ അടുത്തേക്ക് പോകാൻ വേണ്ടിയുള്ള ക്ലാസ് നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. എങ്കിൽ മാത്രമേ പത്രങ്ങൾ വാർത്ത വരൂ എന്നുള്ളത് കൊണ്ടാണ് സാർ. സാർ ഇനി എന്ത് വേണം സാർ? ഇതിൽ കൂടുതൽ എങ്ങനെയാണ് സഹിക്കുന്നവർ സഭയിൽ എന്നുള്ള നിലയിൽ? മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ചീത്തവിളി, മുഖ്യമന്ത്രിക്കെതിരെ ആക്ഷേപം ഉന്നയിക്കൽ, സ്പീക്കറെ ആക്രമിക്കാൻ ശ്രമിക്കൽ. സാർ എന്താണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്? സാർ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, മറുപടി എന്ന് പറയുന്നത് അല്ല, ചോദ്യത്തിൽ പറയുന്നത് ഭരണഘടനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. സാർ ഭരണഘടനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. മിനിസ്റ്റർ പറയട്ടെ, മിനിസ്റ്റർ പറഞ്ഞോളൂ. ഏയ് മിനിസ്റ്റർ പറയുന്നുണ്ട്. മിനിസ്റ്റർ പറഞ്ഞോ. ഭരണഘടന അങ്ങ് മുൻകൈയെടുത്തുകൊണ്ട് സ്കൂൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിന് മുൻപ് ഈ ബഹുമാനപ്പെട്ട മെമ്പർമാരെ ഭരണഘടന പഠിപ്പിക്കണം. എന്നാൽ മാത്രമേ സഭ കൊണ്ടുപോകുന്നതിന് വേണ്ടി കഴിയുള്ളൂ. സാർ 2023-24 അധ്യയന വർഷം മുതൽ കേരളത്തിലെ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനാ മൂല്യങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത്. ഇതിന്റെ പ്രധാന വശങ്ങൾ ഇനി പറയുന്നതാണ്. മിനിസ്റ്റർ ടേബിൾ ചെയ്തോ.